നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ 2 സ്ഥലങ്ങളിലേക്കുമാണ് നിന്റെ ഡാഡിയുടെ യാത്രകൾ. ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനമൊന്നും പറഞ്ഞ് ആ സ്വാമി പോകുന്നതും അങ്ങോട്ടേക്ക് തന്നെയാ. അതെന്തിനാ? ആ, നിന്റെ ഡാഡി കൊടുക്കുന്ന പൈസ കൊണ്ടുപോയി അവർക്ക് കൊടുക്കാൻ. അതുമാത്രല്ല, നിന്റെ ഡാഡി കുറെ സ്ഥലങ്ങൾ ആ ഭാഗത്ത് മേടിച്ചിട്ടുള്ളതായിട്ടും എനിക്കറിയാം. ഡാഡിക്ക് അവിടെ ഇങ്ങ സ്ഥലമൊന്നുമില്ല. ആ, ഇതാ ഞാൻ പറയുന്നേ, നീ ഒരു പൊട്ടിയാണെന്ന്. നിനക്കിങ്ങനെ ചമഞ്ഞൊരുങ്ങി നടക്കാനല്ലേ അറിയൂ. നിന്റെ ഡാഡിക്ക് അവിടെ സ്ഥലങ്ങളുണ്ട്. അതില് ചിലതൊക്കെ ആണെങ്കിലേ സ്വാമിയുടെ പേരിലോ. ഇനിയിപ്പോ സ്വാമിയുടെ പേരിലാണോ സീതാലക്ഷ്മിയുടെ പേരിലാണോ എന്ന് എനിക്കറിയില്ല. ആർക്കറിയാം. ആ, ഇപ്പൊ എനിക്ക് വേറൊരു സംശയം കൂടി തോന്നുന്നു. എന്താ? നിന്റെ മോളെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് ആ സീതാലക്ഷ്മിയുടെ അടുത്താണോന്ന്. നീ ചോദിച്ചിട്ട് ഇന്നേ വരെ നിന്നോട് അങ്ങേര് പറഞ്ഞിട്ടുണ്ടോ ശ്രുതി മോൾ എവിടെയാണെന്ന്? ഇതും കൂടി നീ ഒന്ന് നിന്റെ ഡാഡിയോട് ചോദിച്ചേക്ക്. ആ, നീ സീതാലക്ഷ്മിയെ തേടി അങ്ങോട്ട് പോയാ ചിലപ്പോ അവള് നിന്റെ മോളെ വെച്ച് വിലപേശും. ഓർത്തു വെച്ചോ, എല്ലാത്തിനും പിന്നിൽ നിന്റെ ഡാഡിയാ. ജയിക്കാനായിട്ട് അയാൾ എന്തും ചെയ്യും. നിന്റെ മോളെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് ആ സീതാലക്ഷ്മിയുടെ അടുത്താണോന്ന്. സാർ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് മനസ്സിലിട്ട് ഊതിപ്പെരിപ്പിക്കണ്ട. അതല്ല സ്വാമി, ഒരാളെ തോൽപ്പിക്കാനും വേദനിപ്പിക്കാനും തീരുമാനിച്ചാൽ ഏത് രീതിയിലും അക്ഷര അത് ചെയ്യും. എന്റെ ചോരയല്ലേ, എനിക്ക് അവളെ പറ്റി അറിയാവുന്നതിന്റെ 10-1 സ്വാമിക്കറിയില്ലല്ലോ. വരാമോ? ഗൂഢാലോചന വല്ലതും ആണോ? ആണെങ്കിൽ നീ എന്താ ഡാഡിക്ക് മഞ്ചലും പല്ലൊക്കെ കൊണ്ടുവന്നാ? അല്ല, സുവർണരഥം. തേര് തെളിക്കാൻ സ്വാമിയുണ്ടല്ലോ. നീ ഇപ്പോ ഇങ്ങോട്ട് ഇരമ്പി പാഞ്ഞു വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇങ്ങനെ പാഞ്ഞു വരാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ചെറിയ സമയം കൊണ്ടാണല്ലോ പുതിയ പുതിയ വിവരങ്ങളൊക്കെ പാഞ്ഞു വരുന്നത്. ഇപ്പൊ എന്തു പുതിയ വിവരമാണോ പാഞ്ഞു വന്നത്? ഞാൻ മാറി നിൽക്കാം സാർ, നിങ്ങൾ സംസാരിക്കും. അയ്യോ, സ്വാമി അങ്ങനെ ബുദ്ധിമുട്ടി പുറത്ത് മാറി നിൽക്കണമെന്നില്ല. സ്വാമി മാറി നിന്നാലും കാത് ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് എന്തായാലും വള്ളിയും പുള്ളിയും കുത്തും കോമയും ഉൾപ്പെടെ ഡാഡി വിശ്വസ്തനോട് പറയുമെന്ന് എനിക്കറിയാം. നീ കാര്യം പറ അക്ഷരേ. ഡാഡിക്ക് ഞാൻ അറിയാത്ത സമ്പാദ്യങ്ങളുണ്ടോ? ആ, സ്വർഗത്തിൽ 1000 ഏക്കർ മുന്തിരിത്തോട്ടമുണ്ട്. പിന്നെ അറബിക്കടലിന്റെ 4-1. ഡാഡിയുടെ പരിഹാസം ഒന്നും എനിക്ക് കേൾക്കണ്ട. സ്വർഗത്തിലെ മുന്തിരിത്തോട്ടം ഇല്ലെങ്കിലും മറയൂരിലും കാന്തല്ലൂരിലും ഓറഞ്ച് തോട്ടം കാണുമല്ലോ. മറയൂരോ? എന്താണ് മറയൂരിലെ തണുപ്പടിച്ചതുപോലെ ശബ്ദത്തിനൊരു വിറയല്. വിറയലോ? എന്ത് വിറയല്? അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനു വിറയ്ക്കണം? പിന്നെ എന്നെ വിറപ്പിക്കാൻ മാത്രമൊന്നും നീ വളർന്നിട്ടില്ല.
3 ചോദ്യങ്ങളാ ഉള്ളത്. പഴയ നഴ്സ് സീതാലക്ഷ്മിയുടെ വീട് മറയൂരോ കാന്തല്ലൂരോ ആണോ? ഡാഡിയുടെ ഞാൻ അറിയാത്ത ബിനാമി സ്വത്തുക്കളും ഈ നിൽക്കുന്ന സ്വാമിയുടെ പേരിലാണോ? പിന്നെ ശ്രുതിമോളെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നത് മറയൂരോ കാന്തല്ലൂരോ വല്ലോ ആണോ? നിന്റെ ഈ ഭ്രാന്തൻ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. സൗകര്യപ്പെടും. സ്വന്തം മകളുടെ യഥാർത്ഥ ഭ്രാന്ത് ഡാഡി ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ഡാഡിക്കെതിരെ ഞാൻ പരാതി നൽകിയെന്നൊരു നാണക്കേട് ഉണ്ടാക്കരുത്. പിന്നെ എന്റെ മകളെ തിരിച്ചു കിട്ടാൻ എനിക്ക് കോടതിയിലും ഹേബിയസ് കോർപ്പസ് ഹർജി നൽകേണ്ടി വരും. ഞാൻ വന്ന് കാണാൻ സാറേ. സാറും കൂടെ എൻ്റെ ഒപ്പം ഒന്ന് വന്ന ഉപകാരമായിരുന്നു. കാര്യങ്ങൾ വേഗത്തിൽ നടന്നേനെ. ഓ, കല്യാണക്കാരിയൊക്കെ ഇങ്ങനെ താളം തുള്ളി നിൽക്കുക. ശരി സാറേ. അച്ഛൻ എന്തിനാ എല്ലാരോടും എന്റെ കല്യാണക്കാരൻ താളം തുള്ളി നിൽക്കുവാന്ന് പറയുന്നേ? പിന്നെ ഇവിടെ മുഹൂർത്തം തുള്ളിച്ചാടി നിൽക്കുവാന്ന് പറയണം. ഒന്നും പറയണ്ട. ഒന്നും പറഞ്ഞില്ലേലുവേ നാട്ടുകാർക്കല്ല അറിയാം. അറിയാനുള്ള കഥകളും ഇനി ഉടനെ അറിഞ്ഞോളും. ഓ, അതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് നിത്യമോള് അല്ലേ? നിങ്ങൾ കണ്ടുപിടിക്കോ കൊണ്ടുപിടിക്കോ എന്തെങ്കിലും ചെയ്യും. നിങ്ങളും നിങ്ങളുടെ വക്കീലും കൂടെ എവിടം വരെ പോകുന്ന അറിയണമല്ലോ. അല്ല, നിങ്ങളിപ്പോ പുതിയൊരു വക്കീലിനെ കൂടെ കളത്തിലിറക്കിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ഉണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയിട്ടാ. അയ്യോ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ. അത്രയും ആശ്വാസം. നിനക്കത് മനസ്സിലാവാത്തതാ കഷ്ടം. അമ്മയ്ക്ക് ദേ ഈ മരുമോളെ ശരിക്കും മനസ്സിലാവാത്തതാ കഷ്ടം. കൃത്യസമയത്ത് എല്ലാം വിളിച്ചു പറയാനിരിക്കോ ശരത്തേട്ടൻ? എന്താണാവോ മോടെ ശരത്തേട്ടൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത്? ഇവര് കൊലപ്പുള്ളിയാണെന്നുള്ള കാര്യം. നിത്യേ, അമ്മ കൂടുതൽ ഒച്ച എടുക്കണ്ട. കൈവലങ്ങുമായിട്ട് ഇവരെ ഈ പടി ഇറങ്ങുമ്പോ അമ്മ പഠിച്ചോളൂ. അന്ന് അമ്മ സ്വന്തം മകളെ തിരിച്ചറിഞ്ഞോളൂ. എന്തായാലും അമ്മയുടെ വയറ്റില് പിറന്നവളല്ലേ ഞാൻ. എന്തെങ്കിലും ഒരു ഗുണവും നന്മയും സത്യസന്ധതയൊക്കെ കാണാതിരിക്കോ? ഞാൻ ആരെയും കൊന്നിട്ടില്ല നിത്യേ. ആരുടെയും മരണത്തിന് കാരണക്കാരി ആയിട്ടുമില്ല. എത്ര സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാലും എത്ര മനോഹരമായിട്ട് അഭിനയിച്ചാലും നിങ്ങളുടെ കയ്യില് ചോരക്കറ പോവത്തില്ല. അതിന്റെ അവിഞ്ഞ ഗന്ധവും പോവില്ല. നിങ്ങൾ കൊലപ്പുള്ളി തന്നെയാ.